980 ബനാറസി വീവ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് സിൽക്കി മസ്ലിൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ 980 മാത്രമേ ഉള്ളൂ. എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരു സിൽക്കാണ് മെറ്റീരിയൽ. കണ്ടോ, ഇതുണ്ടോ, സിൽക്കി മസ്ലിൻ എന്ന് നമുക്ക് പറയാം. കാരണം മസ്ലിൻ്റെ ആ ഒരു ഫീലും ഉണ്ട്, സിൽക്കുമാണ്, സോഫ്റ്റ് സിൽക്ക് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയും പറയാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് സിൽക്കിൽ വരുന്ന അടിപൊളി ബനാറസിൻ്റെ ഐറ്റം നൂത്ത് കാണാവേ. ഫസ്റ്റ് നല്ല ടൈപ്പ് ഓഫ് ഒരു വയലറ്റ് ആണോ ഇത്? ഒരു വയലറ്റും അല്ല അമരാന്തും കൂടെ ചേർന്ന് വരുന്ന ഒരു വെറൈറ്റി കളർ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്യാം. നല്ല എന്താ പറയുക, നല്ല കൂടിയ ബോട്ടത്തിൻ്റെ മെറ്റീരിയലും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 980 പ്രൈസുള്ളൂ ബനാറസിൻ്റെ ഐറ്റം. നെക്സ്റ്റ് കളർ കാണാം. അടുത്ത കളർ ഭയങ്കര രസമുള്ള കളറിൽ എന്താ ഈ കളർ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. കറക്റ്റ് സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യുക, കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. അതുപോലത്തെ കളർ, നല്ല രസമായിട്ടുള്ള കളർ, ഒന്നും പറയാനില്ല. ഞാൻ ഈ കിടന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സോഫ്റ്റ് മസ്ലിൻ ആയതുകൊണ്ട് വാഷിംഗ് ഒക്കെ നിങ്ങൾ നോക്കണം. ഈ പറഞ്ഞോട്ട് 980 ആണ് റേറ്റെങ്കിൽ തന്നെയും നിങ്ങൾ ശ്രദ്ധിച്ച് വാഷ് ചെയ്യുക. സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം, സോഫ്റ്റ് സിൽക്ക്, സോഫ്റ്റിൽ വരുന്ന ഏത് ഐറ്റവും, ഞാൻ സോഫ്റ്റ് എന്ന് പറയുന്ന ഏത് ഐറ്റവും നിങ്ങൾ വാഷിംഗ് കെയർ ചെയ്യണം. ഞാൻ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളാണ് നമ്മുടെ ഐറ്റംസ് സൂക്ഷിക്കേണ്ടത് അല്ലേ. കുറച്ചുകൂടെ കെയർ ചെയ്ത് ഉപയോഗിച്ചാൽ കുറേ കാലം ഉപയോഗിക്കുക. കാരണം പല യൂണിറ്റുകൾ, പല മില്ലുകളിലൊക്കെ ഡൈയിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഐറ്റംസ് ആയിരിക്കും. ചില മില്ലുകൾ ഡൈ ചെയ്യുന്നത് പക്കാ പെർഫെക്ഷൻ ആയിരിക്കും, ചില മില്ലുകൾ ഡൈ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ വാഷ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ദുപ്പട്ടയുടെ സൈഡൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും കളർ വല്ലതും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാമല്ലോ. നിങ്ങളത് ശ്രദ്ധിച്ച് ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. അടുത്തത് കാണാം. ഇതൊരു ടൈപ്പ് ഓഫ് ഒരു ഇലക്ട്രിക് ബ്ലൂ എന്ന് പറയാൻ പറ്റും കേട്ടോ. സ്റ്റൈലായിട്ടുള്ള ഒരു ഇലക്ട്രിക് ബ്ലൂ ആണ്. ഇതിൻ്റെ സ്ലീവ് ഇതാണ് ഞാൻ അഡീഷണൽ ആയിട്ട് വരുന്നത് കാണിച്ചു തരുന്നത്. കണ്ടോ, സ്ലീവ് ഇങ്ങനെ അഡീഷണൽ പോകുന്നുണ്ട് കണ്ടോ. ഇതെല്ലാം ബനാറസിൻ്റെ വീവ് ചെയ്തിരിക്കുന്നതാണ്. സ്ലീവൊക്കെ സെപ്പറേറ്റ് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാവുന്നേ ഉള്ളൂ. സെപ്പറേറ്റ് ആണല്ലോ സ്ലീവ് വരുന്നത്. അപ്പോൾ അടുത്ത കളറാണ്. ലാസ്റ്റ് കളർ വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ, സ്റ്റൈലായിട്ടുള്ള ഗ്രീൻ. നമ്മുടെ ഗോഡൗണിൽ വെച്ച് വീട് ചെയ്യുമ്പോൾ ഗ്രീനൊക്കെ കറക്റ്റ് കിട്ടൂല്ലേ മോനെ. പക്ഷെ നമ്മൾ സ്റ്റോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ കളറെല്ലാം വ്യത്യാസപ്പെട്ടു പോകും. ഞാൻ അന്നേരം പറഞ്ഞേ, ഗോഡൗണിലെ പിള്ളേർ എപ്പോഴും പറിച്ചത് ഇവിടെ എന്തെങ്കിലും ചെയ്തുകൂടെ, അവർക്ക് കുറച്ച് മടക്കാനും ഒക്കെ കംഫർട്ടബിളാണ്. ഞാൻ അവിടെ നിന്ന് എടുത്ത് പിന്നെ ഇവിടെ കൊണ്ടുവരും, അതൊക്കെ ബുദ്ധിമുട്ട്. എപ്പോഴും പറയും ഗോഡൗണിൽ നിന്ന് ചെയ്യാൻ. മാക്സിമം പറ്റുന്നതൊക്കെ ചിലതൊക്കെ ഞാൻ ഗോഡൗണിൽ നിന്ന് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പ്രൈസിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് വെർത്താണ്. മിസ്സാക്കാതെ എല്ലാവരും സൈറ്റിലൂടെ പർച്ചേസ് ചെയ്താൽ, ഷോപ്പ് വിസിറ്റ് ചെയ്യേണ്ടവർക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഇനി ഹോൾസെയിൽ വേണമെങ്കിൽ ഹോൾസെയിലുകാർക്കും വരാം. ഒരുപാട് പേരും എറണാകുളത്തുനിന്നും എന്താ പറയുക മലപ്പുറത്തുനിന്നും കാലിക്കട്ടുനിന്നും ഒക്കെ നമ്മൾക്ക് ഹോൾസെയിൽ കസ്റ്റമർ വരുന്നുണ്ട്. ലക്ഷദ്വീപിൽ നിന്ന് വരെ വരുന്നില്ലേ മോനെ ഹോൾസെയിൽ കസ്റ്റമർ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെയൊക്കെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.